നമസ്കാരം. RSSനെതിരെ പാക് ഭീകര സംഘടനയായ തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നു. തങ്ങളിതാ വരുന്നു, RSSനെ തീർക്കാൻ വരുന്നു എന്നൊക്കെയാണ് ഇവരുടെ ഭീഷണി. അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഈ വീഡിയോ തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. ഈ വീഡിയോയിലാണ് ഈ രീതിയിൽ RSSനെതിരെ ഭീഷണി മുഴക്കുന്നത്. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതൊക്കെയും ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. എന്നാൽ പഞ്ചാബ് മേഖലയിൽ താലിബാൻ്റെ സാന്നിധ്യമില്ല. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തെഹ്രീക്ക് താലിബാൻ നടത്തിയ ഓപ്പറേഷൻ ആണോ ഇത് എന്ന സംശയം ഉയരുന്നു. കുറ്റകൃത്യം നടന്ന രാത്രിയിൽ ചെക്ക് പോസ്റ്റിന് സമീപത്തായി 2 മോട്ടോർ സൈക്കിൾ എത്തിയ 5 പ്രതികളെ കാണിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഗുരുദാസ്പൂർ പോലീസ് കണ്ടെടുത്തിരുന്നു. ഭീകരവാദ സാധ്യതയും തള്ളിക്കളയുന്നില്ല. TTHൻ്റെ അവകാശവാദം പൂർണ്ണമായും കേന്ദ്ര ഏജൻസികൾ തള്ളിക്കളഞ്ഞിട്ടില്ല, പരിശോധിച്ചു വരികയാണ്. അതിനിടെ ഇൻസ്പെക്ടർ ഗുർനാം സിംഗിൻ്റെയും കോൺസ്റ്റബിൾ അശോക് കുമാറിൻ്റെയും മൃതദേഹങ്ങൾ ഞായറാഴ്ച രാവിലെ ഡോറോ ഗ്രാമത്തിലെ ചെക്ക് പോസ്റ്റിന് സമീപത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. RSSനെതിരെ നടത്തുന്ന ഇത്തരമൊരു വെല്ലുവിളി രാജ്യം വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. RSSനെ വെല്ലുവിളിക്കുന്നതിലൂടെ ഇത് RSSനെതിരെയുള്ള പോരാട്ടമല്ല അവർ കണക്ക് കൂട്ടുന്നത്, മറിച്ച് ഭാരതത്തിനകത്ത് ഹിന്ദു മുസ്ലിം വർഗീയ കലാപം സംഘടിപ്പിക്കുവാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ RSS എന്നത് ഭാരതത്തിൻ്റെ ദേശീയവാദം മുൻനിർത്തിയിട്ടുള്ള ഭാരതത്തിൻ്റെ സാംസ്കാരിക സംഘടനയാണ്. അത് ഭാരതത്തിൻ്റെ ദേശീയതയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യം ഈ വർഗീയ ഭീകരവാദ സംഘടനകൾക്ക് അറിയില്ല. RSSനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ട് RSSനെ ആക്രമിച്ചിട്ട് വെറുതെ അങ്ങ് തിരിച്ചു പോകാമെന്നൊക്കെയാണ് ഇവർ ധരിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയൊക്കെ ഉയർത്തുന്നത് ആസ്ഥാനത്താണ്. ഇവരുടെ തന്നെ മുൻ അനുഭവങ്ങളുണ്ട്. ഭാരതത്തിന് നേരെ ഈ ഭീകരവാദ ആക്രമണം നടത്തിയതിന് ശേഷം അവരുടെയൊക്കെ ഭീകരവാദികളെയും ഭീകരവാദി നേതാക്കളെയും ചുട്ടരിക്കുന്ന കാഴ്ചകളാണ് ഈ അടുത്ത സമയത്തൊക്കെയും ഈ ഭീകരവാദികൾ കണ്ടിട്ടുള്ളത്. പിന്നീട് പൊതുവേദികളിലൊക്കെ വന്നു മോങ്ങുന്നുണ്ടായിരുന്നു. തങ്ങളുടെ നേതാക്കന്മാരെയും മക്കളെയും കുടുംബവും അടക്കം നശിപ്പിച്ചു, ഇന്ത്യ ഞങ്ങളെ അടിമുടി നശിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇരവാദ മുദ്രാവാക്യങ്ങൾ തന്നെ ഈ ഭീകരവാദികൾ തന്നെ മുഴക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ തന്നെ അന്ത്യത്തിനാണ് ഭാരതത്തിനെതിരെ ഇത്തരത്തിലുള്ള വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇത്തരം വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് വെറുതെ അങ്ങ് പോകാം എന്നൊന്നും വിചാരിക്കേണ്ട. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടിയൊക്കെ ലോകം കണ്ടതാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ അണ്വായുധ ശേഖരം ഉൾപ്പെടെ നശിപ്പിച്ച ഓപ്പറേഷനും ലോകം കണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഭീകരവാദി തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയും ഉന്മൂലനം ചെയ്യാൻ ഭാരതത്തിന് വലിയ സമയമൊന്നും വേണ്ട. പാകിസ്ഥാനെതിരെ നിങ്ങൾ ആക്രമണം നടത്തും പോലെ അല്ല ഭാരതത്തിനെതിരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് എന്നുള്ള കാര്യം അവർക്ക് ഉടൻ തന്നെ ബോധ്യമാകുന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.